മനോരമക്കാർ ചാണ്ടി സാറിൻ്റെ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് സ്വർഗീയനായിട്ടുള്ള ചാണ്ടി സാറിനെ പറ്റിയിട്ട് കിട്ടുക എന്നുള്ളത് അന്വേഷിച്ച്. അപ്പോൾ ആ നടക്കുന്ന കൂട്ടത്തിൽ ഇത്രയും അളിഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ട് ന്യൂസായി കൊടുക്കാനുള്ള ഒരു ഗതികേട് മനോരമയ്ക്കും അതുപോലെ ചാണ്ടി സാറിനും വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഒന്നാലോചിച്ചു നോക്കും. ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൻ്റെ ഫ്ലെക്സ് തൂക്കിയിട്ട് ഒറ്റയ്ക്ക് ഇതുപോലെ പോയി ഫ്ലെക്സ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമായിട്ട് അതിനെ പറ്റിയിട്ട് ആലോചിക്കാനോ ചിന്തിക്കാനോ ഈ നാട്ടിലൊരു മനുഷ്യനില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഉമ്മൻചാണ്ടിനെ ഓർമ്മയില്ല. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അതിന് മാത്രം മഹത്വമുള്ള ഒരു വലിയ നേതാവൊന്നുമല്ല. അതുകൊണ്ട് സ്വന്തം മകൻ സ്വന്തമായിട്ട് ഫ്ലക്സ് വയ്ക്കുന്നു. അതല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ ഫ്ലക്സ് വെക്കുന്നത് കണ്ടോ ഞാൻ എന്നുള്ള രീതിക്ക് അത് അല്പത്തരം പോലെ ഒരാളെ വെച്ച് ഷൂട്ട് ചെയ്ത് അത് ന്യൂസ് ചാനലുകാർക്ക് അയച്ചു കൊടുക്കും. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു മരമണ്ടൻ ഉണ്ടാവുമല്ലോ, ആ മരമണ്ടൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ആ ഒരു സൈഡ് ഫ്ലക്സ് പിടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ലോകമൊട്ടുക്കെയുള്ള കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പരിപാടിയാണ് പട്ടി ഷോ ഇറക്കുക. നമ്മൾ മറ്റേ ഇന്ത്യൻ പ്രണയകഥയിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മാങ്ങാക്കൂട്ടവും തേങ്ങാക്കൂട്ടവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. ഇവർ സത്യത്തിൽ മത്സരിക്കുന്നത് LDFനോടോ CPMനോടോ പിണറായി വിജയനോടോ ഒന്നല്ല. ഇവരുടെ തന്നെ പാർട്ടിക്കകത്തുള്ള മൂത്ത കുറേ നേതാക്കന്മാരുണ്ടല്ലോ, ആ നേതാക്കന്മാരുടെ മുന്നിൽ വില കിട്ടാനും അവരുടെ മുന്നിൽ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലൊരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടെന്നും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ LDF ആണ് ഭരിക്കുന്നത്, ഇക്കൊല്ലമെങ്കിലും എങ്ങനെയെങ്കിലും ജയിച്ച് കയറി UDF ഭരണത്തിൽ വരണം എന്നൊക്കെ ചിന്തിക്കേണ്ട ഈ സമയത്ത് പോലും ഇപ്പോഴും ജാംബവാൻ്റെ കാലത്തുള്ള ഇതുപോലത്തെ ഷോ ഐറ്റംസ് കൊണ്ട് നടക്കുകയാണ് ഇവിടുത്തെ അടുത്ത മുഖ്യമന്ത്രി ആവേണ്ട ആളും അടുത്ത ആഭ്യന്തരമന്ത്രി ആവേണ്ട ആളും ഒക്കെ. കോൺഗ്രസ്സുകാർ ഇതുപോലെ കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ LDF തന്നെ ഭരിക്കും, അതല്ലെങ്കിൽ BJPക്ക് കുറേ സീറ്റ് കിട്ടും. ശശി തരൂർ പോലും അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ കൂടെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും 4 ആൾക്കാർക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കേണ്ട സമയത്ത് ഇതുപോലത്തെ പട്ടുകോണക ഐറ്റങ്ങളുമായിട്ട് വന്നോളൂ. കോൺഗ്രസ് ബന്ദർക്കെ ബച്ചാവോ.